بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒത്തുചേരൽ സാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ സൂറത്തുൽ കഹ്ഫിലെ 1-ാമത്തെ ആയത്ത്, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലാദ്യം നമ്മൾ പറഞ്ഞ അൽഹംദുലില്ലാ എന്നത് നമ്മൾ 2 ക്ലാസ്സിലായിട്ട് വിശദീകരിച്ചു. ഇന്ന് നമ്മൾ അതിന്റെ ബാക്കി ഭാഗം അൻസല അല അബ്ദിഹിൽ കിതാബ്, അൻസല അല അബ്ദിഹിൽ കിതാബ് എന്ന പാർട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. മൊത്തത്തിൽ അതിന്റെ അർത്ഥം മിക്കവാറും എല്ലാവർക്കും നമ്മൾ കഴിഞ്ഞ തവണയും അത് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. അല്ലദീ അൻസല അല അബ്ദിഹിൽ കിതാബ്, എങ്ങനെയുള്ള അള്ളാഹുവിനാണ് സ്തുതി. അല്ലദീ അൻസല, അവൻ അവതരിപ്പിച്ചിരിക്കുന്നു, അല അബ്ദിഹി, തന്റെ ദാസന്, അൽ കിതാബ്. കിതാബ് വേദഗ്രന്ഥം എന്നാണ് നമ്മൾ പറയാ. ഖുർആനെ കുറിച്ചാണ് ആ പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഖുർആൻ എന്ന് പറയാതെ, അൽ ഖുർആൻ എന്ന് പറയാതെ അൽ കിതാബ് എന്ന് പറഞ്ഞു? അള്ളാഹുവിന്റെ റസൂലിനെ വേണമെങ്കിൽ അൻസല അല നബിയിഹി, അല റസൂലിഹി, അല്ലെങ്കിൽ പേര് പറയാം, അല മുഹമ്മദിൻ എന്ന് പറയാം. അതൊന്നും പറയാതെ അബ്ദിഹി എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? അബ്ദും കിതാബും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതില് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തും വായനയും അറിയാത്ത ഒരാളായിരുന്നു അല്ലെ? പ്രവാചകനെ കുറിച്ച് പറയുന്നത് എന്താ? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും, അല്ലെ? ഉമ്മീ എന്നാണ് പറയുന്നത്. ഉമ്മീ എന്ന് പറഞ്ഞാല് നിരക്ഷരനായിരുന്നു, എഴുത്തും വായനയും അറിയാത്ത ഒരാളായിരുന്നു. അന്നത്തെ കാലത്ത് എഴുത്തും വായന അറിയുന്നത് ഇന്നിപ്പോ നമ്മള് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞുകൂടാ. AI എത്ര പേർക്ക് അറിയാം? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അറിയാവുന്നവർക്കൊന്ന് കൈപൊക്കിയേ. ഇന്ന് മോസ്റ്റ് ഓഫ് us we don't know AI, അല്ലെ? അന്ന് അതുപോലെയാണ്. അതായത് AI അറിയാത്തത് ഇന്ന് നമുക്കൊരു പ്രശ്നമല്ലെങ്കിൽ, എന്നിട്ടും നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, എന്നിട്ടും നമ്മൾ ശ്വസിക്കുന്നുണ്ടെങ്കിൽ, എന്നിട്ടും നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ, അന്ന് എഴുത്തും വായനയും അറിയാന്നുള്ളത് അത്ര ഒരു പ്രശ്നമില്ലാത്ത സംഗതിയാണ്. അത് അറിയുന്ന കുറച്ചു പേര് മതിയായിരുന്നു അന്ന്. പിന്നീടാണ് അത് വ്യാപകമായത്. ഇന്നിപ്പോ നമുക്ക് AI അറിഞ്ഞുകൂടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതൊക്കെ പഠിക്കും. അറ്റ്ലീസ്റ്റ് AI-യുടെ ഉപയോഗം, അത് AI ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ഏതുപോലെ സ്മാർട്ട് ഫോൺ, ഇന്റർനെറ്റ് ഒക്കെ ഉപയോഗിക്കാൻ അറിയാത്ത ഒരു കാലഘട്ടം നമ്മിൽ പലർക്കും ഉണ്ടായിരുന്നു. പക്ഷെ പതുക്കെ നമ്മളതൊക്കെ ഉപയോഗിച്ച് തുടങ്ങി, അല്ലെ? അപ്പോ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ഷരനായിരുന്നു എന്നത് ചില ആളുകൾ അത് അങ്ങനെ അല്ല എന്നൊക്കെ വാദിക്കുന്നുണ്ട്. പക്ഷെ ഖുർആൻ വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് സൂറത്തുൽ അൻകബൂത്തിലെ 48-ാമത്തെ ആയത്തില് അള്ളാഹു പറയുന്നുണ്ട്, വമാ കുൻത തത്ലു മിൻ ഖബ്ലിഹി മിൻ കിതാബ് വലാ തഖുത്തുഹു ബിയമീനിക്. അതായത് വമാ കുൻത തത്ലു മിൻ ഖബ്ലിഹി മിൻ കിതാബ്, താങ്കൾ ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു ഗ്രന്ഥം വായിക്കുന്ന ഒരാളായിരുന്നില്ല. വലാ തഖുത്തുഹു ബിയമീനിക്, താങ്കളുടെ വലത് കൈ കൊണ്ട് അത് എഴുതുന്ന ആളും ആയിരുന്നില്ല. എഴുത്തും വായനയും അറിയാത്ത ആള് തന്നെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു കുറച്ചിലായിട്ടല്ല, ആ കുറച്ചിലാണ് എന്നത് മറക്കാൻ വേണ്ടിയിട്ടാണ് ചില ആളുകൾ ഇന്ന് അതിനെ ഏതെങ്കിലും വ്യാഖ്യാനിച്ചിട്ട് അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോ അള്ളാഹു സുബ്ഹാനഹു തആല ഈ വേദഗ്രന്ഥം അവതരിപ്പിക്കാൻ തെരഞ്ഞെടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാസ്തവത്തിൽ എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാളായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഐറണി ആലോചിച്ച് നോക്കൂ. അതായത് ലോകത്ത് ഇത്രയും വലിയ ഒരു ഗുരുനാഥൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ കടന്നു പോയിട്ടില്ല. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന് കേട്ട അത്ര
ലോക വിവരം, ഭൂലോകത്തെക്കുറിച്ചുള്ള ഐഹിക ജീവിതത്തെക്കുറിച്ചുള്ള വിവരം, പരലോകത്തെക്കുറിച്ചുള്ള വിജ്ഞാനം, അത് മറ്റൊരു ഗുരുനാഥനിൽ നിന്നും ലോകം ഇന്നുവരെ ശ്രവിച്ചിട്ടില്ല. അങ്ങനെ ശ്രവിക്കാത്ത ഒരാളെ, അല്ലെങ്കിൽ അത്രയും അങ്ങനെ അതായത് അത്രയും കഴിവുള്ള ഒരാളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യോഗ്യതയായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല കണ്ടത് എന്താണ്? അതാണ് ചോദ്യം. അതാണ് അബ്ദും കിതാബും തമ്മിലുള്ള വ്യത്യാസം. അതായത് ലോകാവസാനം വരെയുള്ള മനുഷ്യ സമൂഹത്തിന് ഇനി മുഴുവൻ മാർഗദർശനം നൽകുന്ന ഒരു ഗ്രന്ഥം പഠിപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല തെരഞ്ഞെടുത്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചക ഗുരു, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോക ഗുരുവാകുന്നത് അങ്ങനെയാണ്. അങ്ങനെയുള്ള ലോക ഗുരുവിന്റെ യോഗ്യത എന്തായിരുന്നു? PhD ഇല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. അന്നത്തെ കാലത്തെ സാഹിത്യത്തിന്റെ വിവിധ ശാഖകളെ കുറിച്ച് വിവരമില്ല. പിന്നെ നന്നായിട്ട് എഴുതുകയോ കവിത പറയുകയോ ഒന്നും ചെയ്യില്ല അല്ലെ. ഒരു സ്ഥലത്ത് പിന്നെ സൂറത്ത് യാസീനിൽ അള്ളാഹു അത് പറയുന്നുണ്ട്, ഒമാ അല്ലംനാഹു ശഅറ ഒമാ യംബഗി ലഹു, അല്ലെ. നാം അദ്ദേഹത്തിന് കവിത പഠിപ്പിച്ചിട്ടില്ല. കവിത പഠിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ കഴിവിൽ പെട്ടതല്ല, അദ്ദേഹത്തിന് യോജ്യമായ ഒരു സംഗതിയല്ല. അപ്പോ ഒരു സാഹിത്യത്തിന്റെ മികവുറ്റ ഒരു അവസ്ഥയിലല്ല അസാധ്യമായ ഈ സാഹിത്യം, അമാനുഷികമായ ഈ സാഹിത്യത്തിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഈ ഒരു ഗ്രന്ഥം, ആശയപ്രപഞ്ചത്തിന്റെ ഒരു വലിയ ഒരു നിധി എന്ന് വിളിക്കാവുന്ന ഈ ഗ്രന്ഥം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലുള്ള ഒരു നിരക്ഷരനായ പിന്നെ മനുഷ്യരിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രവാചകൻ അള്ളാഹു അയച്ചു കൊടുക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത എന്തായിരുന്നു? ആ ചോദ്യത്തിനാണ് അബ്ദ് എന്നുള്ളത് മറുപടി നൽകുന്നത്. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യോഗ്യത അദ്ദേഹം അള്ളാഹുവിന്റെ ദാസനായിരുന്നു എന്നുള്ളതാണ്. അത് നമുക്കും ബാധകമാണ്. നമ്മളും വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഈ മഹത്തായ ഗ്രന്ഥം നമുക്ക് മനസ്സിലാകാനുള്ള, അല്ലെങ്കിൽ ഇത് പഠിക്കാനുള്ള നമ്മുടെ യോഗ്യത എന്തായിരിക്കണം? നമ്മൾ അള്ളാഹുവിന്റെ വളരെ വിനീത വിധേയരായിട്ടുള്ള ദാസന്മാരാവുക എന്നുള്ളതാണ് ഈ ഖുർആൻ നമുക്ക് മനസ്സിലാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം, അല്ലെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അള്ളാഹുവിന് വഴങ്ങുന്ന ദാസന്മാരായിട്ട് മാറുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു പുസ്തകം പഠിപ്പിക്കാനുള്ള ഒരു യോഗ്യത, യൂണിവേഴ്സിറ്റി പ്രൊഫസറാണുള്ള യോഗ്യത നമുക്കറിയാലോ. PhD വേണം, ആ പുസ്തകത്തിന്റെ വലിയ ഒരു നന്നായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റണം, അതിനെക്കുറിച്ചുള്ള നല്ല പരന്ന അറിവ് വേണം. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ പറഞ്ഞ യാതൊരു യോഗ്യതകളും ഇല്ല. മറിച്ച് അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്രെഡൻഷ്യൽസ്, ക്വാളിഫിക്കേഷൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ എന്താണ്? പ്രവാചകന്റെ ഉബൂദിയത്താണ്, അബ്ദാണ്, അള്ളാഹുവിനുള്ള അൾട്ടിമേറ്റ് അബ്ദാണ്, ആത്യന്തികമായ ഒരു ദാസനാണ്, ഒരു വിധേയനായിട്ടുള്ള ദാസനാണ് എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഗ്രന്ഥം സ്വീകരിക്കാനും അത് ലോകത്തിന് പകർന്നു കൊടുക്കാനും അത് പഠിപ്പിച്ചു കൊടുക്കാനുമുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യോഗ്യത. ഇനി മറ്റൊന്ന് ആലോചിച്ച് നോക്കൂ. അന്നത്തെ അറേബ്യൻ പെനിൻസുല, അറേബ്യൻ ഉപദ്വീപ്, ഈ മക്ക ഉൾപ്പെടുന്ന ആ പ്രദേശങ്ങള് ലോകത്തുനിന്ന് ഒറ്റപ്പെട്ട ഒരു പ്രദേശമാണ്, അല്ലെ. അവിടെ ഒരു പറയപ്പെട്ട നാഗരികതയില്ല. ഉണ്ടോ? അന്നത്തെ കാലത്തെ ചരിത്രം നമ്മളൊന്ന് എടുത്ത് പഠിച്ചു നോക്കൂ. തൊട്ടപ്പുറത്ത് ഈജിപ്ഷ്യൻ നാഗരികതയുണ്ട്, പേർഷ്യൻ നാഗരികതയുണ്ട്, ചൈനീസ് നാഗരികതയുണ്ട്, ഇന്ത്യൻ സിവിലൈസേഷൻ ഉണ്ട്, ഇപ്പുറത്ത് റോമൻ സിവിലൈസേഷൻ ഉണ്ട്, ഗ്രീക്ക് നാഗരികത ഉണ്ട്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നാഗരികതകൾ ഇങ്ങനെ വികസിച്ച് പടർന്ന് പന്തലിക്കുന്ന ഒരു ഘട്ടത്തിൽ അറേബ്യൻ പെനിൻസുല എന്ന് പറയുന്നത് ഈ നാഗരികതകളിൽ നിന്നൊക്കെ മാറി ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ നിലകൊള്ളുന്ന ഒരു സാഹചര്യത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു പ്രവാചകനായിട്ട്, ഈ അവന്റെ ഏറ്റവും സുപ്രധാനമായ
അവസാനത്തെ വേദഗ്രന്ഥം പഠിപ്പിക്കാൻ അള്ളാഹു തെരഞ്ഞെടുക്കുന്നത്. ഒരർത്ഥത്തിലും അറേബ്യയെ പിന്നെ അന്നത്തെ മറ്റ് വലിയ വലിയ സാമ്രാജ്യത്വ ശക്തികൾ ആക്രമിച്ച് കീഴടക്കാൻ പോലും തീരുമാനിച്ചിട്ടില്ല. കാരണം എന്താ? അവിടെ ഒന്നുമില്ല. അന്ന് ഓയിലില്ല, അന്ന് മറ്റേതെങ്കിലും അർത്ഥത്തിലൊരു സാമ്പത്തികമായോ അതുപോലെ തന്നെ സാംസ്കാരികമായോ നാഗരികമായോ ഒന്നും ഒരു ശക്തിയല്ലാത്ത ഒരു ചുറ്റുപാടും മലകളാൽ ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരൊറ്റപ്പെട്ട മരുഭൂ പ്രദേശത്ത് പിന്നെ അക്ഷരം അറിയാത്ത, എഴുത്തും വായനയും അറിയാത്ത ഒരു അബ്ദിനെ അള്ളാഹു തിരഞ്ഞെടുക്കുകയാണ്. ആ അബ്ദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത എന്ന് പറയുന്നത് സമ്പൂർണമായിട്ട് അള്ളാഹുവിന് വിധേയനായിട്ടുള്ള ഒരു ദാസനാണ് ആ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളതാണ്. അപ്പോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇത് ശരിയാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അള്ളാഹു ഇത് കൊടുക്കാനുള്ള കാരണം എത്രത്തോളം ന്യായമാണോ, അത്രത്തോളം ന്യായമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. അതായത് നമ്മളും ഈ അള്ളാഹുവിന്റെ വേദഗ്രന്ഥം മനസ്സിലാക്കാനുള്ള നമ്മുടെ പരിശ്രമത്തിൽ നാം ശരിക്ക് വിധേയമാകേണ്ടത്, അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു യോഗ്യത നമ്മൾ നേടിയെടുക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ സമ്പൂർണ്ണ ദാസന്മാരായി പിന്നെ മാറുക എന്നുള്ളതാണ്. എവിടെയൊക്കെ അള്ളാഹു റസൂലിനെ അബ്ദെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ആ ഒരു സ്നേഹം, ആ ഒരു അടുപ്പം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോ സൂറത്തുൽ ഇസ്രാ, ഈ സൂറത്തുൽ കഹ്ഫിനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോ ഇസ്രാഇനെ കുറിച്ചും പറഞ്ഞു അല്ലെ? അതിൽ ആദ്യത്തെ വാചകം എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്? സൂറത്തുൽ ഇസ്രാഇന്റെ ആദ്യത്തെ വാചകം ആരെങ്കിലും ഒന്ന് ഓതി നോക്കിയേ. സുബ്ഹാനല്ലദി ഓത്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിന. അല്ലെ? അവിടെ സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി. അപ്പൊ ആ കമ്പാരിസൺ നോക്ക്. ഇവിടെ അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹി, തന്റെ ദാസന് ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ച അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും സർവ ശുക്റും എന്നൊക്കെ നമ്മൾ ഇവിടെ ഓതുന്നു. സൂറത്തുൽ ഇസ്രാന്റെ തുടക്കത്തിൽ എന്താ പറയുന്നത്? സുബ്ഹാനല്ലാഹ് അല്ലെ? ഹംദും തസ്ബീഹും തമ്മിലുള്ള ഒരു കോറിലേഷൻ നമ്മൾ കഴിഞ്ഞ ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഫസ്റ്റ് എനിക്ക് ഹംദിനെ കുറിച്ചുള്ള ആദ്യത്തെ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഹംദ്, എന്താണ് തസ്ബീഹ്. അപ്പോ അവിടെയും പറയുന്നത് സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി, ആ തന്റെ ദാസനെ രാപ്രയാണം ചെയ്യിച്ച ആ നാഥനാണ് സമ്പൂർണൻ, സുബ്ഹാൻ, എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനായിട്ടുള്ള ഒരുവൻ, സുബ്ഹാൻ അല്ലെ? അവിടെയും പ്രവാചകന്റെ പേരോ നബി എന്നതോ റസൂൽ എന്നതോ ഒന്നുമല്ല പറഞ്ഞത്. പറഞ്ഞ ക്വാളിഫിക്കേഷൻ എന്താ? അബ്ദ്. അള്ളാഹുവിന് നാം ഏറ്റവും ഇഷ്ടപ്പെട്ടവനാവുക എന്ന പൊസിഷൻ, എന്ന ഒരു പൊസിഷൻ, അതായത് എങ്ങനെയാണ് നമ്മളോട് അള്ളാഹുവിന് ഇഷ്ടം കൂടുക എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എത്രമാത്രം ഉബൂദിയത്ത് കൈക്കൊള്ളുന്നുവോ, അള്ളാഹുവിന് വിധേയനാവാൻ നമ്മൾ തീരുമാനിക്കുന്നുവോ, അത്രത്തോളം അള്ളാഹുവിന് നമ്മളോടുള്ള ഇഷ്ടം കൂടും എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഏതു തരം വിധിയാണോ ഈ ലോകത്ത് അള്ളാഹു നമുക്ക് വെക്കുന്നത് അത് സമ്പൂർണമായി ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, അതിന് കീഴ്പ്പെടാൻ തയ്യാറാണെങ്കിൽ, പരാതിയില്ലാതെ, പരിദേവനങ്ങളില്ലാതെ, കരച്ചിലില്ലാതെ, ക്ഷമിച്ച് സഹിച്ച് അള്ളാഹുവിന്റെ ഏത് വിധിയിലും സംതൃപ്തനാകാൻ നമുക്ക് എത്ര ഡിഗ്രിയിൽ സാധിക്കും, ആ ഡിഗ്രിയാണ് അള്ളാഹുവിന് നമ്മളോടുള്ള ഇഷ്ടം തീരുമാനിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ ഇഷ്ടത്തെയാണ് അള്ളാഹു ഇവിടെ അബ്ദ് എന്ന പദം റസൂലിനെ കുറിച്ച് വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചതിലൂടെ അള്ളാഹു പ്രകടിപ്പിക്കുന്ന അതാണ്. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി, തന്റെ അടിമയെ, തന്റെ ദാസനെ
ആ രാപ്രയാണം ചെയ്യിച്ചവൻ എന്ന് പറഞ്ഞ അതേ വാചകം ഉപയോഗിച്ച് ഇവിടെ അൽഹംദുലില്ലാഹില്ലദി അൻസല അല അബ്ദിഹിൽ കിതാബ്. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് അല്ലെ. ഇബ്രാഹിം നബി ആ പ്രാർത്ഥന നടത്തുമ്പോ അള്ളാഹു ഇബ്രാഹിം നബിനെ കുറിച്ച് പറഞ്ഞെന്താ? ഇന്നഹു കാന അബ്ദൻ ഷക്കൂറ. ഇബ്രാഹിം നബിനെ വിശേഷിപ്പിച്ചിട്ട് ഇബ്രാഹിം നബിക്ക് പ്രത്യേകമായ ഒരു പേരുണ്ട് അല്ലെ. എന്താണ് ഇബ്രാഹിം നബിയുടെ വിശേഷണം? ഖലീലുള്ള. ഖലീലുള്ള അല്ല, ഖലീലുള്ള. ഖലീൽ എന്ന് പറഞ്ഞാല് കൂട്ടുകാരൻ, അള്ളാഹുവിന്റെ കൂട്ടുകാരൻ. മലയാളത്തിൽ നമ്മൾക്ക് അങ്ങനെ പറയാം. പക്ഷെ അള്ളാഹു ഇബ്രാഹിം നബിനെ വിശേഷിപ്പിച്ച ഏറ്റവും സുപ്രധാനമായ പദം ഇന്നഹു കാന അബ്ദൻ ഷക്കൂറ എന്നതാണ്. അദ്ദേഹം ഒരു നന്ദിയുള്ള ദാസനായിരുന്നു. അപ്പോ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ നിന്ന് അള്ളാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു വിശേഷണം, അവരുടെ ഒരു സ്വഭാവം ഉബൂദിയത്താണ്. അള്ളാഹുവിന് പൂർണ്ണമായി കീഴ്പ്പെടുത്തിയ, സ്വന്തത്തെ അള്ളാഹുവിന് പൂർണ്ണമായി വിധേയപ്പെടുത്തിയ ഒരു ജീവിതം. ആ ജീവിതത്തെയാണ് പ്രവാചകന്മാർ പ്രതിനിധീകരിക്കുന്നത്. നമ്മളും ആ അർത്ഥത്തിൽ അള്ളാഹുവിന് അബുദാവണം. നമ്മൾ എല്ലാ നിസ്കാരത്തിലും പറയുന്നത് അത് തന്നെയല്ലേ, ഇയ്യാക നഅ്ബുദു. എന്താ അർത്ഥം? ഇയ്യാക നഅ്ബുദു. എങ്ങനെ നമ്മൾ അതിന്റെ അർത്ഥം പറയാ? ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ആരാധിക്കുന്നു. അവിടെയാണ് അതിന്റെ പ്രശ്നം. അവിടെയാണ് അതിന്റെ പ്രശ്നം. അല്ല, പ്രശ്നമല്ല, നിങ്ങൾ പറഞ്ഞ ശരിയാണ്, നിന്നെ മാത്രം ആരാധിക്കുന്നു എന്നാണ് നമ്മൾ അർത്ഥം പറയാം. പക്ഷെ അത് വളരെ ചുരുങ്ങിയ അർത്ഥമാണ്. ഇയ്യാക നഅ്ബുദു. ഇപ്പൊ ഈ അബ്ദ് എന്ന് പറഞ്ഞല്ലോ, അൻസല അല അബ്ദിഹിൽ കിതാബ്, ആ പദവും അതിൽ നിന്നാണ് നഅ്ബുദു വരുന്നത്. നമ്മള് അള്ളാഹിനോട് പറയാണ് ഇയ്യാക നഅ്ബുദു, നാദാ നിനക്ക് മാത്രമാണ് ഞങ്ങൾ വിധേയപ്പെടുന്നത്, മറ്റൊരാൾക്കും ഞങ്ങൾ വിധേയപ്പെടുന്നില്ല. ഞങ്ങൾ നിന്റെ മാത്രം അടിമയാണ്. ആ പറഞ്ഞതിന്റെ അർത്ഥമാണ് നിന്റെ മാത്രം അടിമ. അപ്പൊ ചിലർ പറയും ഈ അടിമ എന്ന് പറയുന്ന ഒരു സംതിങ് ഡിറോഗേറ്ററി അല്ലേ? അടിമ ഒരു സ്ലേവ് എന്ന് കേൾക്കുമ്പോ ഇറ്റ്സ് സംതിങ് ഡിറോഗേറ്ററി അല്ലെ, ഒരു മോശപ്പെട്ട പ്രയോഗം അല്ലേ? ആണ്, അത് ശരിയാണ്. പുല്ലിംഗാണോ? പുല്ലിംഗം മാത്രല്ലേ അടിമ? അബ്ദ് ഇല്ല, പുല്ലിംഗമല്ല. അത് നല്ല ചോദ്യമാണ്. പുല്ലിംഗമല്ല, അത് കോമൺ ജെൻഡർ ആണ്. ആണിനും പെണ്ണിനും പറയാവുന്ന ഒരു, ശരിക്ക് ഞാൻ പറഞ്ഞ ഡിറോഗേറ്ററി ടേം എന്ന് പറഞ്ഞല്ലോ, അതായത് ഒരു മോശപ്പെട്ട പദം. അത് മോശപ്പെട്ട പദമാകുന്നത് എപ്പോഴാ? ഒരു മനുഷ്യനെ വേറൊരു മനുഷ്യനെ അടിമയാക്കുമ്പോഴാണ്. സ്ലൈവറിയില് അല്ലെ, അടിമ കച്ചവടത്തില് ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ അടിമ. അതുകൊണ്ട് അപ്പ അബ്ദ് അടിമ ആണിന് പറയും, പെണ്ണിന് സയ്യിദ അല്ലെങ്കിൽ അമത്ത് എന്ന് പറയും. അബ്ദ് പുല്ലിംഗമായിട്ട് മനുഷ്യന്മാർ പരസ്പരം അടിമയാക്കുമ്പോ അബ്ദ് എന്നുള്ളത് പുല്ലിംഗമായിട്ട് ഉപയോഗിക്കും. അതിന്റെ സ്ത്രീലിംഗമായിട്ട് ഏത് പറയും? അമത്ത് എന്ന് പറയും. അത് അള്ളാഹുവിനുള്ള അടിമത്വത്തില് എല്ലാവരും അബ്ദാണ്. അപൂർവമായിട്ട് അമത്തുള്ള എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങളുണ്ട്. പക്ഷെ ഖുർആനില് എല്ലാവരെ കുറിച്ചും അബ്ദ്, ഇബാദ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പൊ കോമൺ ജെൻഡർ ആണത്. ഇപ്പൊ എന്തായാലും പറയാം, യൂണിസെക്സ് അല്ലെ. ഈ ഇപ്പോഴത്തെ ജെൻഡർ ന്യൂട്രാലിറ്റിയിൽ അതിന്റെ പദപ്രയോഗങ്ങളൊക്കെ മാറിപ്പോയിട്ടുണ്ട്. മെയിൽ ഫീമെയിൽ എന്നൊന്നും പറയാൻ പാടില്ല. പറഞ്ഞാൽ നമ്മൾ ജയിലിലാവും. ആണ് പെണ്ണൊന്നും ഇല്ല അല്ലെ. ആണിനൊക്കെ വേറെ പദങ്ങൾ കണ്ടുപിടിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കണം. എനിവേ, അത് നമ്മുടെ സബ്ജക്ട്. അതിനകത്തേക്ക് പോയാൽ ഞാൻ പിന്നെ കുറെ പറഞ്ഞു പോകും. അപ്പൊ ഓക്കെ, എന്താ പറഞ്ഞു വന്ന? ഇയ്യാക നഅ്ബുദുവിന്റെ അർത്ഥം ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു എന്നത് മലയാളത്തിൽ നമുക്ക് വളരെ മിസ്കീനായ ഒരു ഭാഷയാണ് മലയാളം.
അതുകൊണ്ട് നമ്മൾ പറഞ്ഞു പോകുന്നതാണ് അങ്ങനെ. അത് പടച്ചോൻ നമുക്ക് പുറത്തു തരട്ടെ. ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും പറയണ്, ഓരോ നമസ്കാരത്തിലും ഓരോ റക്അത്തിലും ഫാത്തിഹ ഓതുമ്പോ നമ്മൾ പറയണ്, നാഥാ സദാ നിന്റെ അടിമയാകാനാണ് എന്റെ പരിശ്രമം. ഈ നമസ്കാരത്തിലും ഇത് കഴിഞ്ഞാലും ഇതിനപ്പുറത്തും നിന്റെ അടിമയായിക്കൊണ്ടുള്ള ഒരു ജീവിതത്തിനാണ് ഞാൻ പരിശ്രമിക്കുന്നത്. അതാണ് ഇയ്യാക നഅ്ബുദുവിന്റെ അർത്ഥം. മനസ്സിലാവുണ്ടോ? ഓക്കെ, അപ്പോ നമ്മളുടെ അള്ളാഹുവിന്റെ ഗ്രന്ഥം നമുക്ക് മനസ്സിലാവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു അത് അവതരിപ്പിച്ചു കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത, അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വിനീത വിധേയനായിട്ടുള്ള ഒരു ദാസനായിരുന്നു എന്നതാണെങ്കിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളവും ഈ ഗ്രന്ഥത്തെ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരം നമുക്ക് കിട്ടണമെങ്കിൽ, അതിന് പറ്റുന്ന ഒരു സാഹചര്യം നമുക്ക് സംജാതമാകണമെങ്കിൽ, നാം കൈക്കൊള്ളേണ്ട സുപ്രധാന യോഗ്യത അറബി ഭാഷ പഠിക്കലല്ല, ഖുർആൻ ക്ലാസ് കേൾക്കലല്ല, പുസ്തകം വായിക്കലല്ല, ഇതൊന്നുമല്ല. അതൊക്കെ വേണം. അറബി ഭാഷ പഠിക്കണം, ഈ ക്ലാസ്സിൽ വന്നിരിക്കണം, എന്നാലേ ഇതൊക്കെ തിരിയുള്ളൂ. പക്ഷെ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള യോഗ്യത എന്താ? ഞാൻ തീരുമാനിക്കുക, നിങ്ങൾ തീരുമാനിക്കുക, ഞാൻ അള്ളാഹുവിന്റെ അബ്ദാണ്, അവന്റെ അടിമയാവുക, അവന്റെ ദാസനാവുക. അടിമ എന്നുള്ള പദം ഡിറോഗേറ്ററി ആണെന്ന് നമുക്ക് തോന്നണമെങ്കിൽ ആ പദം വിട്ടോളൂ. ഞാൻ അവന്റെ സമ്പൂർണ്ണ വിധേയനായിട്ടുള്ള, അവന് പൂർണ്ണമായിട്ട് കീഴ്പ്പെട്ടിട്ടുള്ള ഒരു ദാസനായിട്ട് ഞാൻ മാറുന്നു. ദാസൻ എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ലോ. നമ്മുടെ ഏറ്റവും വലിയ പാട്ടുകാരന്റെ പേര് തന്നെ അങ്ങനെയൊക്കെ അല്ലേ? അല്ലേ? അങ്ങനെയല്ലേ? അപ്പോ അതൊന്നും വലിയ പ്രശ്നമാവില്ല. അപ്പോ ഓക്കെ, അതാണ് ഈ അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹി അൽ കിതാബ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി വേറൊരു പോയിന്റ് ഇതിൻ്റെ അകത്ത്, അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചപ്പോ, പ്രവാചകനെ പ്രവാചകനായിട്ട് തെരഞ്ഞെടുത്തപ്പോ, പ്രവാചകത്വം പ്രതീക്ഷിച്ചിരുന്ന ചില ആളുകൾ അന്നുണ്ടായിരുന്നു, അല്ലെ? അതിലേറ്റവും പ്രധാനം ജൂതന്മാരായിരുന്നു. നമ്മൾ ഈ സൂറത്തുൽ ഇസ്രാഉം സൂറത്തുൽ കഹ്ഫും കമ്പയർ ചെയ്ത് പറഞ്ഞിരുന്നു. സൂറത്തുൽ ഇസ്രായില് പ്രഥമ അഭിസംബോധിതരാരാ? ജൂതന്മാർ. സൂറത്തുൽ കഹ്ഫിന്റെ സുപ്രധാന അഭിസംബോധിതരാരാ? ക്രിസ്ത്യാനികൾ. ആ അർത്ഥത്തിൽ ജൂതന്മാര് പ്രതീക്ഷിച്ചിരുന്നു അവരിലാണ് ഒരു ദൂതൻ വരിക എന്നുള്ളത്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു തെരഞ്ഞെടുത്തപ്പോ വാസ്തവത്തിൽ അവർക്ക് മനസ്സിലായി, ലക്ഷണങ്ങൾ കൊണ്ട്, അവരുടെയൊക്കെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ ലക്ഷണങ്ങൾ കൊണ്ട് മനസ്സിലായി, ഈ പ്രവാചകൻ തന്നെയാണ് യഥാർത്ഥ അന്ത്യപ്രവാചകൻ. പക്ഷെ അവരെന്ത് ചെയ്തു? അതിനെ മറികടക്കാൻ, തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചില്ല എന്ന ന്യൂനത മറച്ചു വെക്കാൻ പ്രവാചകനെതിരെ അവർ ഉന്നയിച്ച ഒരു വാദമാണ്, ഇദ്ദേഹത്തിന് എഴുത്തും വായന അറിഞ്ഞൂടാ. എഴുത്തും വായന അറിയാത്ത ഈ മനുഷ്യന് പ്രവാചകനെ കുറിച്ച് അവർ പറഞ്ഞതാണ്. അതുകൊണ്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു സ്ഥാനത്തെ അവർ കുറച്ചു കണ്ടു. മനസ്സിലായോ? ആ കുറവ് പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല ഇടക്കിടക്ക് ആവർത്തിച്ചു പറഞ്ഞിട്ട്, അവരങ്ങനെ താങ്കളെ കുറച്ചു കണ്ടതുകൊണ്ട് താങ്കൾ അങ്ങനെ അല്ലാതാകില്ല, അല്ലെങ്കിൽ താങ്കൾ അങ്ങനെ അവരുടെ കണ്ണിൽ താങ്കളുടെ വാല്യൂ ഒട്ടും കുറയുകയില്ല. അവരെന്തൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞാലും ശരി, താങ്കളുടെ യഥാർത്ഥ വില, മൂല്യം, താങ്കളുടെ പ്രാധാന്യം, പ്രസക്തി ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്ന് അള്ളാഹു ആവർത്തിച്ച് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് സൂറത്തുൽ അഹ്ഖാഫ് 11-ാമത്തെ ആയത്ത്, وقال الذين كفروا للذين آمنوا, നിഷേധികളായിട്ടുള്ള ആളുകൾ വിശ്വാസികളോട് പറഞ്ഞു,
ലൗകാന ഖൈറൻ മാ സബഖൂന ഇലൈ. ലൗകാന ഖൈറൻ, ഇതിൽ എന്തെങ്കിലും നന്മ ഉണ്ടായിരുന്നുവെങ്കിൽ മാ സബഖൂന ഇലൈഹി, ഇവർക്കാകുമായിരുന്നില്ല അത് കിട്ടേണ്ടത്, നമുക്കായിരുന്നു അത് കിട്ടേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ ഖുർആനെ കുറിച്ച്, പ്രവാചകനെ കുറിച്ച് അവർ പറഞ്ഞ വാചകമാണത്. വൈദിലം യഹ്തദൂ ബിഹി ഫസയഖൂലൂന ഹാദാ ഇഫ്കും മുബീൻ. അവർ ഈ വിശുദ്ധ വേദഗ്രന്ഥം കൊണ്ട്, വിശുദ്ധ ഖുർആൻ കൊണ്ട് അവർക്ക് സന്മാർഗം ലഭിച്ചിട്ടില്ലെങ്കിൽ ഫസയഖൂലൂന, അവർ പറയും ഹാദാ ഇഫ്കുൻ ഖദീം, ഇതൊരു പഴയ കെട്ടിച്ചമച്ച കഥയാണ് എന്നവര് ഇതിനെക്കുറിച്ച് പറയും. അപ്പോ അവര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും വിശുദ്ധ ഖുർആനെ കുറിച്ചും മനസ്സിലാക്കിയത് പ്രവാചകന് എഴുത്തും വായന അറിഞ്ഞുകൂടാ, അദ്ദേഹത്തിന് ഇത് വിശദീകരിക്കാനുള്ള കഴിവില്ല, നന്മയില്ല അദ്ദേഹത്തിൽ എന്നൊക്കെ അവർ പറഞ്ഞതിനെ ഖുർആൻ സമ്പൂർണമായിട്ട് നിഷേധിച്ചുകൊണ്ട് പറയാണ്, അവരിതിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ താങ്കളുടെ മൂല്യത്തിലോ താങ്കളുടെ പ്രാധാന്യത്തിലോ താങ്കളുടെ വാക്കുകളുടെ മൂർച്ചയിലോ ഒട്ടും തന്നെ ഒരു കുറവും വരില്ല. കാരണം എന്താ? താങ്കൾ അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസനാണ്, അബ്ദാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ ഇതിനെക്കുറിച്ച്, ഈ അബ്ദിനെ കുറിച്ച് ഇങ്ങനെ ആവർത്തിച്ച് ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം അതാണ്. നമുക്ക് മറ്റുള്ളവര് നമുക്കൊരു വില തന്നില്ല. ഇപ്പൊ നമ്മളെല്ലാവരും പറയാറുണ്ട് മുസ്ലിങ്ങൾക്ക് ഒരു വിലയില്ല അല്ലെ, മുസ്ലിങ്ങൾ എല്ലാവരും ചവിട്ടി താഴ്ത്തുന്നു, അവിടെ കൊല്ലുന്നു, ഇവിടെ നമ്മുടെ വീടുകൾ ബുൾഡോസർ വെച്ച് തകർക്കുന്നു, ഇവിടെ നമ്മളുടെ പേര് മോശമാക്കുന്നു. അപ്പൊ ലോകത്തില് ഇത്ര വിലയില്ലാത്തൊരു രക്തമായിട്ട് മുസ്ലിം രക്തം മാറുമ്പോ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിടിവള്ളി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും സുപ്രധാനമായ വഴി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അബ്ദായിട്ട് മാറുക എന്നുള്ളതാണ്. യഥാർത്ഥ അബ്ദായിട്ട് നമ്മൾ മാറുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിപരമായിട്ട് ഈ ആളുകളെക്കാളും മികച്ചു നിൽക്കാൻ പറ്റിക്കോളന്നില്ല, ഭൗതികമായിട്ട് മികച്ചു നിൽക്കാൻ പറ്റിക്കോളന്നില്ല. യുദ്ധ സാമഗ്രികളുടെയും അതുപോലെ തന്നെ യുദ്ധോപകരണങ്ങളുടെയും ലോകത്തിലെ സാമ്പത്തിക ശക്തിയുടെയൊക്കെ കാര്യത്തിൽ ഇവരുമായിട്ട് കിടപിടിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ നമുക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റുന്ന ഏക വഴി അള്ളാഹുവിന്റെ അബ്ദായിട്ട് മാറിക്കൊണ്ട് അവന്റെ സ്നേഹവും അവന്റെ ഇഷ്ടവും അവന്റെ അടുപ്പവും നമുക്ക് പിടിച്ചു പറ്റാൻ സാധിക്കുമെങ്കിൽ, ഒരു പക്ഷേ ഭൗതികമായി ഇവര് നമ്മളെ തോൽപ്പിച്ചേക്കാം കുറെ കാലം, പക്ഷെ ലോകം തന്നെ തിരിഞ്ഞു വരുന്ന ഒരു, അല്ലെങ്കിൽ ഈ അവസ്ഥകൾ മാറി വരുന്ന ഒരു അവസ്ഥ നമുക്ക് സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ അതിനുള്ള ഏറ്റവും സുപ്രധാനമായ വഴി നമ്മൾ അള്ളാഹുവിന്റെ അടിമയാവുക എന്നുള്ളതാണ്. കാരണം ഇത് ഞാൻ ഇപ്പൊ പറയാൻ കാരണം, ഈ വേദഗ്രന്ഥം, ഈ സൂറത്തുൽ കഹ്ഫ് അവതരിക്കുന്ന നബിയുടെ ഏത് കാലഘട്ടത്തിലാ? മക്കി കാലഘട്ടത്തിലാണോ മദനി കാലഘട്ടത്തിലാണോ? പറയാം. മക്കി കാലഘട്ടത്തിന്റെ അവസാനത്തില്ലേ അല്ലേ? അതെ, കറക്റ്റ്, നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്താണ് മുസ്ലിങ്ങളുടെ അവസ്ഥ? ഇന്ന് ഗസയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥയെക്കാളും എന്തെങ്കിലും മെച്ചം ഉണ്ടായിരുന്നിട്ടുണ്ടോ? മോശമാണ്, വളരെ മോശമാണ്. പ്രവാചകൻ ജീവിച്ചിരിക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ 3 വർഷം ശഅബ് അബി താലിബില് പച്ചില മാത്രം ഭക്ഷിച്ച് കഴിയുന്ന ഉപരോധം, അതിശക്തമായ ഉപരോധം, പട്ടിണി മരണങ്ങള് ഒക്കെ നടന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുക്കുന്ന വലിയൊരു സന്തോഷ വാർത്ത കൂടിയാണത്. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഈ അൻസല അലാ അബ്ദിൽ കിതാബ് പറയുമ്പോ കിതാബിനെ കുറിച്ചുള്ള വിശദീകരണത്തിൽ അത് പറയുന്നുണ്ട്. അപ്പോ അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ഒരു പദവി അള്ളാഹു വകവെച്ചു കൊടുത്തുകൊണ്ട് നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്ന് പറയുന്നത് അതാണ്. ജീവിതത്തിൽ വിജയിക്കാനും, ജീവിതത്തിൽ ലോകത്ത് ഏതൊക്കെ ശക്തികൾ നിങ്ങൾക്കെതിരെ രംഗത്ത് വന്നാലും അതിനൊക്കെ തോൽപ്പിക്കാനുള്ള ആത്മവീര്യവും മനഃശക്തിയും
ഒരു കോൺഫിഡൻസും ആത്മവിശ്വാസവും ഒക്കെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന നിങ്ങളുടെ പൊസിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ അബ്ദാണ്, അള്ളാഹു നമ്മുടെ റബ്ബാണ് എന്നുള്ളതാണ്. ഓക്കെ, അതാണ്. ഇനി ഈ അബ്ദ് എന്ന അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു പോയിന്റ് കൂടിയുണ്ട്. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ ജൂതന്മാരെ കുറിച്ച് പറഞ്ഞല്ലോ, അവർക്ക് ഈ പ്രവാചകത്വവും വേദഗ്രന്ഥവും അവസാനത്തെ വേദഗ്രന്ഥവും ലഭിക്കാത്തതുകൊണ്ട് അവരൊരു ശത്രുപാളയത്തിലാണ്, മുസ്ലിങ്ങളുടെ ശത്രുപാളയത്തിലാണ് അവർ സ്വയം പ്രതിഷ്ഠിച്ചത്. അവരെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ലോകത്ത് നോക്കുക, ലോകം മുഴുവൻ എടുത്തു നോക്കുക. ലോകത്ത് വലിയ വലിയ ഫിലോസഫികൾ പഠിപ്പിച്ച ആളുകളുണ്ട്, അല്ലെ? വലിയ വലിയ തത്വങ്ങൾ പഠിപ്പിച്ച ആളുകളുണ്ട്, വലിയ വലിയ ഉയർന്ന വേദചിന്തകളൊക്കെ പഠിപ്പിച്ച ആളുകളുണ്ട്. പക്ഷെ അവരുടെ ജീവിതവും അവർ പഠിപ്പിച്ച തത്വം വെച്ച് നോക്കുമ്പോൾ പലതും അത് തമ്മിട്ട് ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. ചില വലിയ തത്വചിന്തകന്മാർ അവസാനം ആത്മഹത്യ ചെയ്യായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് തത്വം പറഞ്ഞാണ്, പക്ഷെ അവർ ലോകത്തിന് പഠിപ്പിച്ച ഫിലോസഫി അവർക്ക് ഉപകാരപ്പെട്ടില്ല. ഇപ്പൊ ബെർട്രാൻഡ് റസ്സലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ബെർട്രാൻഡ് റസ്സൽ കേട്ടിട്ടുണ്ടാവും. വലിയ തത്വചിന്തകനൊക്കെ ആയിരുന്നു, യുക്തിചിന്തകനൊക്കെ ആയിരുന്നു, ദൈവം ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവസാന കാലത്ത് മരണക്കിടക്കൽ കിടക്കുമ്പോ അദ്ദേഹം പറഞ്ഞു, ഈ പരലോകം എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലെങ്കിൽ നമുക്ക് തൽക്കാലം അതിനെ ഒന്ന് ഉണ്ടാക്കിയാലും തിരക്കേടില്ല എന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. പരലോകം ഇല്ല എന്നുള്ളതാണ് ഞാൻ ഇതുവരെ വിശ്വസിച്ചത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അതില്ലെങ്കിലും തൽക്കാലം വിശ്വസിക്കാൻ വേണ്ടിയിട്ടെങ്കിലും, ആളുകളെ നന്നാക്കാൻ വേണ്ടിയിട്ടെങ്കിലും അങ്ങനെ ഒന്ന് ഉണ്ടാക്കുന്നത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. വോൾട്ടയറെ കേട്ടിട്ടുണ്ടോ? വോൾട്ടയർ, ഫ്രഞ്ച് കവി, ഒരുപാട് മനുഷ്യരെ സ്വാധീനിച്ച കവിതകളും തത്വചിന്തയൊക്കെ പറഞ്ഞ ആളാണ്. ആത്മഹത്യ ചെയ്ത ആളാണ് വോൾട്ടയർ. അറിയോ? സോക്രട്ടീസ് കേട്ടോ? സോക്രട്ടീസിനെ കുറിച്ച് ഒരു തമാശ പറയാറുണ്ട്. എങ്ങനെ? സോറി, ഇങ്ങോട്ടാണോ? ഓക്കെ. സോക്രട്ടീസ് ഇത്രയും വലിയ തത്വചിന്തയൊക്കെ പറയുമ്പോഴും മൂപ്പർക്ക് പേടി ഭാര്യനായിരുന്നു. കാരണം എന്താ? കുടുംബക്കാരൊന്നും ശ്രദ്ധിക്കൂലായിരുന്നു സോക്രട്ടീസ്. അപ്പൊ ഒരു ദിവസം നമ്മുടെ വിഷയത്തിന്റെ ഒരു ഗൗരവം ചോരാതെ ഒരു തമാശ പറയാട്ടെ. അപ്പോ സോക്രട്ടീസിന്റെ പ്രശ്നം അതാണ്, വലിയ വലിയ തത്വചിന്തയൊക്കെ പറയുമ്പോഴും ഭാര്യനെ പേടിയായിരുന്നു. കാരണം വീട്ടിലെ കാര്യങ്ങൾ പലതും ശ്രദ്ധിക്കാതെയാണ് അദ്ദേഹം തത്വചിന്ത പറഞ്ഞിരുന്നത്. അപ്പൊ ഒരു ദിവസം ഇയാളിങ്ങനെ ഇരുന്ന് തത്വചിന്തനെ കുറിച്ച് ഇങ്ങനെ ഭയങ്കര ആലോചനയിൽ മുഴുകുമ്പോ സോക്രട്ടീസിന്റെ ഭാര്യ വന്നിട്ട് ചീത്ത പറയാൻ തുടങ്ങി, ഇയാളെ ഭയങ്കരമായിട്ട് വഴക്ക് പറയാൻ തുടങ്ങി. പക്ഷെ എത്ര വഴക്ക് പറഞ്ഞിട്ടും ഇയാള് അനങ്ങുന്നില്ല. അപ്പൊ ഭാര്യ എന്ത് ചെയ്തു? വീട്ടിന്റെ അടുക്കളയിൽ പോയിട്ട് ഒരു വലിയ കുടം വെള്ളം എടുത്തിട്ട് ഇയാളുടെ തലയിലേക്കാണ്ട് ഒഴിച്ചു കൊടുത്തു. അപ്പൊ ഇയാൾ പറഞ്ഞു, ഇടി വെട്ടിയപ്പോഴേ ഞാൻ തീരുമാനിച്ചു മഴ പെയ്യുമെന്ന്. എന്ന് പറഞ്ഞതുപോലെ ഒരു തമാശ പറയാൻ പോലും നിങ്ങൾക്ക് ആരും ഇല്ല ഇവിടെ, കാണാനോ ചിരിക്കാനോ. ചിരിക്കണ്ടല്ലേ? അല്ല, നമ്മള് തമാശ പറഞ്ഞ ആരെങ്കിലും ഒന്ന് ചിരിക്കണ്ടേ? ഓക്കെ. ഫോളോ ചെയ്യുന്നുണ്ട് അവരുടെ എങ്ങനെ? ഫിലോസഫി ഇല്ല, എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പോ അവരുടെ ഫിലോസഫി. പക്ഷെ പിന്നെ മരണത്തെ പറ്റിയിട്ട് എന്താ പറയുക, മുസ്ലിം ഇവർക്കല്ലേ കുറച്ചുകൂടി കൂടുതലായിട്ട് അറിയുന്നു. അതല്ല ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ വെച്ചാല്, ഈ ലോകം കണ്ട പ്രധാനപ്പെട്ട തത്വചിന്തകര്, ഫിലോസോഫേഴ്സ്, ലോകത്തിന്റെ ഗുരു എന്നൊക്കെ വിളിക്കുന്ന ആളുകള്, ഈ ഗുരു എന്നൊക്കെ വിളിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജീവിതത്തില് അവർ തന്നെ പറഞ്ഞ തത്വചിന്തകള് എന്തായിട്ടില്ല, ഉപകാരപ്പെട്ടിട്ടില്ല. അന്തിമമായിട്ട് നോക്കുമ്പോ
പക്ഷേ ലോകത്ത് ഇത്രയധികം സ്വന്തം തത്വചിന്തകളെ സ്വന്തം ജീവിതത്തിലേക്ക് പ്രായോഗികമായി കൊണ്ടു നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മൈക്കൽ എച്ച് ഹർട്ട് അദ്ദേഹത്തിന്റെ ദ 100 എന്ന് പറയുന്ന പുസ്തകത്തില് ലോകത്തെ സ്വാധീനിച്ച 100 വ്യക്തികളുടെ കൂട്ടത്തിൽ ഒന്നാമതായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ അദ്ദേഹം? അതിന് കാരണം പറഞ്ഞെന്താ? പറഞ്ഞ കാര്യങ്ങള് ഇത്ര വ്യക്തതയോടെ പറയുകയും അതേ വ്യക്തതയോടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത ഒരു തത്വചിന്തകനെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. കാന ഖുലുഖുൽ ഖുർആൻ. ആരുടെ സാക്ഷിയാണത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് ആര് പറഞ്ഞതാണ്? കാന ഖുലുഖുൽ ഖുർആൻ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ്. നേരത്തെ പറഞ്ഞ വെള്ളം കൊണ്ടുവന്ന് കോരി ഒഴിക്കേണ്ട അവസ്ഥ ആ ഭാര്യമാർക്ക് ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാ? പറഞ്ഞ കാര്യങ്ങള് ജീവിതത്തിൽ അതേപടി പകർത്തിയ ആളായിരുന്നു. ഓക്കെ, അതാണ് അബദാവാനുള്ള യോഗ്യത. അതാണ്, അല്ലെങ്കിൽ അബദ് എന്ന അല്ലാഹു പ്രവാചകനെ വിളിക്കാനുള്ള കാരണം ഇതാണ്. സ്വന്തം ആശയങ്ങളെ, താൻ പ്രകടിപ്പിച്ച ആശയങ്ങളെ ജീവിതത്തിൽ അത്രമേൽ സൗഹാർദ്ദത്തോടു കൂടി, അത്രമേൽ ലളിതമായി, അത്രമേൽ വ്യക്തമായി പകർത്തിയ മറ്റൊരു ഗുരുവര്യൻ ലോകത്തിന് മുന്നിലില്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അള്ളാഹു അബ്ദ് എന്ന് വിളിച്ചു. ഓക്കെ, ഇനി അബ്ദ് കഴിഞ്ഞു. ഇനി കിതാബിലേക്ക് വരാം. നമ്മൾ കിതാബിന്റെ അർത്ഥം എന്താ? ഒരു വെള്ളം കുടിക്കട്ടെ. നിങ്ങൾ കിതാബിന്റെ അർത്ഥം പറയും. കിതാബിന്റെ അർത്ഥം പറയും. ഗ്രന്ഥം. ഗ്രന്ഥം. കതബ എന്ന് പറഞ്ഞാൽ എന്താ? കതബ എന്ന് പറഞ്ഞാൽ എഴുതി. ഓക്കെ, ഇനി ശരിക്ക് കത്തബയ്ക്ക് അറബി ഭാഷയിൽ കത്തബ ഷൈ, ഒരു കാര്യം എഴുതി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഐ ലമ്മഹ ഇലാ ബഅദിഹ ബിസ്തിസാഖ്. ലമ്മഹ ഇലാ ബഅദഹ ബിസ്തിസാഖ്. ഒരു കാര്യം വേറൊരു കാര്യത്തോട് ചേർത്ത് വെക്കുന്നതിനാണ് കത്തബ എന്ന് അറബി പറയാ. എഴുതുക എന്നതിനേക്കാൾ ഒരു സംഗതി, ഒരു കൺസെപ്റ്റ് ആവട്ടെ, ഒരു സംഗതി ആവട്ടെ, വേറൊരു സംഗതിയോട് ഫ്യൂസ് ടുഗദർ, രണ്ടും കൂടി ചേർത്ത് വെക്കുന്നതിനാണ് എന്ത് പറയാ? കത്തബ എന്ന് പറയാം. എഴുത്ത് എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു അർത്ഥം മാത്രമാണ്. ശരിക്കും കത്തബയുടെ അർത്ഥം ടു തിങ്സ് ഫ്യൂസ്ഡ് ടുഗദർ. രണ്ട് കാര്യങ്ങൾ ഒന്ന് മറ്റൊന്നിനോട് ചേർത്ത് വെക്കുക. ഇതിനെയാണ് എന്ത് പറയാ? കത്തബ എന്ന് പറയാം. കിതാബത്ത് എന്ന് പറഞ്ഞാലും അതാണ് അർത്ഥം. രണ്ടോ അതിലധികമോ സംഗതികൾ വളരെ ഹാർമോണിയസ് ആയിട്ട് നല്ല ബാലൻസോട് കൂടി ചേർത്ത് വെക്കുന്നതിനാണ് കിതാബത്ത് എന്ന് പറയാം. ഖുർആനില് കിതാബ് എന്ന് ഖുർആനെ കുറിച്ച് ഈ സൂറത്തുൽ കഹ്ഫില് പ്രത്യേകിച്ച് കിതാബ് എന്ന് ഖുർആനെ കുറിച്ച് പറയുമ്പോ ശരിക്ക് ഖുർആൻ പൂർണ്ണമായിട്ട് അവതരിച്ചിട്ടുണ്ടോ? ഇല്ല, അല്ലെ? സൂറത്തുൽ കഹ്ഫ് അവതരിക്കുന്ന എപ്പോഴാ? നമ്മൾ നേരത്തെ പറഞ്ഞു, മക്കി കാലഘട്ടത്തിന്റെ ഏറെക്കുറെ അവസാനത്തിലാണ് സൂറത്തുൽ കഹ്ഫ് അവതരിപ്പിക്കുന്നത്. അപ്പോ ഖുർആൻ എന്താണ്? ഖുർആൻ എന്തെങ്കിലും ഒന്ന് എഴുതിയിട്ടുണ്ടോ? അന്ന് എന്തെങ്കിലും എഴുതപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ഒട്ടും എഴുതപ്പെട്ടിട്ടില്ല. അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കി കാലഘട്ടത്തിന്റെ അവസാന സന്ദർഭത്തിൽ ഖുർആൻ എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു ലിസണിങ് എക്സ്പീരിയൻസ് ആണ്. പ്രവാചകന് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പറഞ്ഞു കൊടുക്കും. നബി എന്ത് ചെയ്യും? അത് സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കും. അവരെന്ത് ചെയ്യും? അത് ബൈഹാർട്ടാക്കും. അപ്പൊ തന്നെ ബൈഹാർട്ടാക്കും. നേരത്തെ നിങ്ങൾ ചോദിച്ചില്ലേ ബൈഹാർട്ടാക്കണ്ടെന്ന്? കഹ്ഫ് ബൈഹാർട്ട് ആയിക്കോട്ടെ. നമ്മൾ ഒരു ആയത്തിന്റെ ഒരു കഷ്ണമാണ് ഒരു ആഴ്ച എടുക്കണം. അപ്പൊ ഈസി ആയിട്ട് ബൈഹാർട്ടാക്കാം. അപ്പോ പറഞ്ഞു വന്നത്, അന്ന് 10 പഠിച്ചു കഴിഞ്ഞോ? അപ്പൊ ദജ്ജാലിന്റെ ഉപദ്രവത്തിന് രക്ഷപ്പെട്ട്, അല്ലെ?
ദജ്ജാൽ വരുമ്പോ രക്ഷപ്പെടാൻ 10 ആയത്ത് പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. എനിവേ ഓക്കെ. അപ്പോ ഈ ഞാൻ പറഞ്ഞു വന്നത്, അന്ന് ഈ അൽ കഹ്ഫ് അവതരിക്കുമ്പോ പിന്നെ ഖുർആൻ എന്താണ്, കിതാബത്തല്ല, ഇതുപോലെ ചേർത്ത് വെച്ചിട്ടില്ല, വെറും ഒരു ലിസണിങ് എക്സ്പീരിയൻസ് ആണ് അല്ലെ. അതേസമയം ഖുർആനിൽ, അതുകൊണ്ടാണ് ഖുർആനെ കുറിച്ച് മറ്റ് പദങ്ങൾ, എന്തൊക്കെയാണ് വേറെ പദങ്ങൾ ഖുർആനെ കുറിച്ച് തന്നെ അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്? കലാം പറഞ്ഞിട്ടുണ്ട് അല്ലെ, കലാം. ഹദീസ് പറഞ്ഞിട്ടുണ്ട്, ഹദീസ് എന്ന് പറഞ്ഞ സംഭാഷണം. ഖൗല് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഫുർഖാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഈ കൗല്, കലാം, ഹദീസ് എന്നൊക്കെ പറയാൻ കാരണം? ഖുർആൻ അപ്പോ എഴുതപ്പെട്ടിട്ടില്ല. അപ്പോ ഇറ്റ്സ് എ ലിസണിങ് എക്സ്പീരിയൻസ് അല്ലെ. ഖുർആൻ എന്ന് പറഞ്ഞ വാക്കിന്റെ തന്നെ അർത്ഥം എന്താ? ഖുർആൻ എന്ന് പറഞ്ഞാൽ വായിക്കപ്പെടുന്നത്, സംതിങ് റിസൈറ്റഡ്, അതാണ്. കിതാബ് എന്ന് പറഞ്ഞാലോ സംതിങ് റിട്ടൺ, നേരത്തെ പറഞ്ഞ പോലെ ഫ്യൂസ് ടുഗദർ. അപ്പൊ ഇവിടെ ഖുർആൻ എന്ന് പറയാതെ അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ ഖുർആൻ എന്ന് പറയാതെ അൽ കിതാബ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് എന്താണ്? അതാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. കിതാബ് എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും? ഒരു പൂർണ്ണമായിട്ടും എഴുതപ്പെട്ട, ഇതുപോലെ എല്ലാം ഘടിപ്പിച്ച വാചകങ്ങളൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഫ്യൂസ് ടുഗദർ, അങ്ങനത്തെ ഒരു സംഗതിയാണ് കിതാബ് അല്ലെ. ഖുർആൻ ശരിക്കും വാസ്തവത്തില് ഖുർആനെ കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റ് എന്താ? ഇത് നേരത്തെ എഴുതപ്പെട്ടതാണ് അല്ലെ. എവിടെയാണ് അത് എഴുതപ്പെട്ടത് ഇരിക്കുന്നത്, സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്? ലൗഹുൽ മഹ്ഫൂദ്, ഒരു സംരക്ഷിത ഫലകത്തില് നേരത്തെ എഴുതപ്പെട്ട് സൂക്ഷിച്ചു വച്ചിരിക്കുന്നതാണ്. അപ്പോ അള്ളാഹു ഒരർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്, ഈ ഗ്രന്ഥം ലൗഹുൽ മഹ്ഫൂദിൽ എങ്ങനെയാണോ എഴുതപ്പെട്ട് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്, അത് തന്റെ അടിമയ്ക്ക്, തന്റെ ദാസന് ഇങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ നാഥൻ, അവനാണ് സർവ സ്തുതിയും ശുക്റും ഒക്കെ അവനാണ് എന്നതാണ്. ഇത് ലൗഹുൽ മഹ്ഫൂദിൽ എങ്ങനെയത്തെ ഒരു ഫോമാറ്റിലാണോ അത് ഉള്ളത്, അതേ ഫോമാറ്റിലേക്ക് ഈ ലോകത്ത്, ഈ ദുനിയാവിൽ, ഈ ഭൂമിയിലേക്ക് ഇത് അവതരിപ്പിക്കും എന്നുള്ളതാണ്. പക്ഷെ ഈ പറയുമ്പോ ഇത് അവതരിച്ചിട്ടില്ല, പൂർണ്ണമായിട്ട് അവതരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പകുതി പോലും അവതരിച്ചിട്ടില്ല. കാരണം എന്താ? മെജോറിറ്റി ഓഫ് ഖുർആൻ വാസ് റിവീൽഡ് വേർ? മദീന. പകുതി പോലും അവതരിച്ചിട്ടില്ല അല്ലെ. ഭൂരിപക്ഷം ഖുർആന്റെ ഭാഗങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത് മദീനയിലാണ്. അടുത്ത 23 വർഷം, പിന്നെ പ്രവാചകത്വം മുതൽ 23 വർഷം എടുത്തിട്ട് ഇത് അവതരിക്കാൻ പോണേ ഉള്ളൂ. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം, ഇത് ഈ അടുത്ത വർഷങ്ങളും മാസങ്ങളും ഒക്കെ ആയിട്ട് അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിക്കാനിരിക്കുന്ന ഒരു ഗ്രന്ഥം ഏതുപോലെയാണോ ലൗഹുൽ മഹ്ഫൂദിൽ ഇത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്, അതുപോലെ ഇത് അതേ വേർഡിങ്സ് ദുനിയാവിലേക്ക്, പ്രവാചകന്റെ മനസ്സിലേക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഇട്ടുകൊടുക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. ഓക്കെ. ഇതും ലൗഹുൽ മഹ്ഫൂദിലെ വിശുദ്ധ ഖുർആനും തമ്മിൽ യാതൊരു വൈരുദ്ധ്യമില്ലാതെ, യാതൊരു ഒരു തരത്തിലുള്ള വ്യത്യാസമോ കോൺട്രഡിക്ഷനോ ഇല്ലാതെ സെയിം ഫോർമാറ്റിൽ അള്ളാഹു അവതരിപ്പിക്കും എന്നുള്ളതാണ്. അതാണ് ശരിക്കും ആ കിതാബ് എന്ന പദം ഇവിടെ ഉദ്ദേശിച്ചത് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം അതാണ് കേട്ടോ. ഓക്കെ. വേറൊരു സംഗതി, ഇപ്പോ അൻസല അലാ അബ്ദിഹിൽ കിതാബ്, അൻസല എന്ന പദം ശരിക്കും പാസ്റ്റ് ടെൻസ് ആണോ ഫ്യൂച്ചർ ടെൻസ് ആണോ? എന്താണ് അൻസല? മാളിയാണോ മുലാരിയാണോ അൻസല? ഗ്രാമർ അറിയാവുന്നവർ പറയും. മാളിയാണ് അല്ലെ, എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ നടന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ് എന്ന് പറയുമ്പോ കിതാബ് അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ.
അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടില്ല. കഴിയാത്തൊരു കാര്യത്തെക്കുറിച്ച് പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചിട്ട്, മാളിയായ ഒരു പദം ഉപയോഗിച്ചിട്ട് അള്ളാഹു എന്തുകൊണ്ടത് പറഞ്ഞു? വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണത്. ലൗഹുൽ മഹ്ഫൂദിലുണ്ട് സാധനം. ഒന്നതായിരിക്കാം, ഒന്നതാകാം, ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. പക്ഷേ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിക്കുന്നതിനെ കുറിച്ചാണ്, അബ്ദിനെ കുറിച്ചാണ് പറഞ്ഞത്. ലൗഹുൽ മഹ്ഫൂദിൽ അബ്ദിനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ലൗഹുൽ മഹ്ഫൂദിലാണ് അവതരിപ്പിച്ചെങ്കിൽ അൻസലൽ കിതാബ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ അലാ അബ്ദിഹി എന്ന് ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വേദഗ്രന്ഥം സമ്പൂർണമായി അവതരിപ്പിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിച്ചോ? എന്ത് തന്നെ സംഭവിച്ചാലും, ആരൊക്കെ എതിർത്താലും, നിങ്ങൾ ഇത്രമാത്രം ശക്തമായ ഉപരോധത്തിലാണെങ്കിലും, നിങ്ങളെ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒരു ഭാഗത്ത് അതിശക്തമായി എതിർക്കുന്നുണ്ടെങ്കിലും, മുനാഫിക്കുകൾ നിങ്ങൾക്കെതിരെ പാര പണിയുന്നുണ്ടെങ്കിലും, മുശ്രിക്കുകൾ നിങ്ങൾക്കെതിരെ കോപ്പ് കൂട്ടുന്നുണ്ടെങ്കിലും, ഈ വേദഗ്രന്ഥം അള്ളാഹു അവതരിപ്പിച്ചിരിക്കും. ഖുർആന്റെ ഏറ്റവും ശക്തമായ ഒരു പ്രയോഗമാണ് അത്. പലപ്പോഴും പാസ്റ്റ് ടെൻസിൽ അള്ളാഹു, ശരിക്കും ഖുർആനെ എതിർക്കുന്ന ആളുകൾ അതിനെക്കുറിച്ച് ഖുർആനിലെ ടെൻസുകൾ തെറ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുക. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ശരിക്കും എന്താന്ന് വെച്ചാൽ, ആ പാസ്റ്റ് ടെൻസ് ഫേല് മാളി അള്ളാഹു ഉപയോഗിക്കുമ്പോൾ അള്ളാഹു അർത്ഥമാക്കുന്നത് ഇത് സംഭവിച്ചു കഴിഞ്ഞു എന്നാണ്. ഇപ്പോ അന്ത്യനാളിനെ കുറിച്ച് പറയുമ്പോൾ പലയിടത്തും ഫഇദാ ജാഅത്തി സാഖ, അല്ലെ, ആ വലിയ വിപത്ത്, വലിയ ഒരു അത് വന്നു കഴിഞ്ഞാൽ, വന്നിട്ടില്ലല്ലോ, വരാൻ പോണേലേ ഉള്ളൂ. അത് വരുമ്പോൾ എന്നല്ലേ പറയേണ്ടത്. ഫൈദാ തജീഉ എന്നല്ലേ പറയേണ്ടത്. എന്തിനാണ് ജാഅത്ത് എന്നത്? ഇദാ സുൽസിലത്തിൽ അർളു, ഭൂമി കിടുകിട വിറപ്പിക്കപ്പെട്ടാൽ, അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. ഇദാ തുസൽസിലുൽ അർളു എന്നല്ലേ പറയേണ്ടത്. എന്തുകൊണ്ടാണ് ഫീല് മാളി അള്ളാഹു ഉപയോഗിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? ഉറപ്പായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ്. It will definitely happen. For sure this will happen. നിർബന്ധമായും അനിവാര്യമായും ഇത് സംഭവിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഫേല് മാളി അള്ളാഹു ഉപയോഗിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഇവിടെ ഒന്നത്. രണ്ടാമത്തെ വേറെന്തോ ചോദിച്ചോ? അപ്പോ എങ്ങനെയാണോ ഇത് ലൗഹുൽ മഹ്ഫൂദിൽ ഇരിക്കുന്നത്, അതേ രൂപത്തിൽ എന്റെ ദാസന് ഇത് പൂർണ്ണമായും അവതരിപ്പിച്ച് കഴിഞ്ഞതായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇപ്പോ ഇത് പൂർണ്ണമായിട്ടും അവതരിച്ചിട്ടില്ല, പകുതിയോ ഭാഗികമായിട്ടൊക്കെ ആയിട്ടുള്ളൂ. പക്ഷെ ഫോർ ഷുവർ ദിസ് വിൽ ഹാപ്പൻ എന്നുള്ള ഒരു സന്തോഷ വാർത്ത കൂടി. എന്ന് മാത്രമല്ല, ഒരു 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 ഒപ്റ്റിമിസത്തിന്റെ വാക്കാണത്. അങ്ങനെ ഉണ്ടല്ലോ, ചില ആളുകൾ ഇപ്പൊ എനിക്ക് ആ ജോലി കിട്ടോ, കൺസിഡർ യു ഗോട്ട് ഇറ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും, അല്ലെങ്കിൽ മലയാളത്തിൽ പറയില്ല, നിനക്കത് കിട്ടിയെന്നാണ് വിചാരിച്ചോ? കിട്ടിയിട്ടില്ലല്ലോ, പക്ഷെ നമ്മൾ പറയൂല്ലേ, നമ്മളങ്ങനെ പറയൂല, നടന്നെന്നാണ് വിചാരിച്ചോ, നടക്കും അല്ലെ എന്ന് പറയുന്ന ഒരു വർത്താനം, ഒരു ആത്മവിശ്വാസത്തിന്റെ ഒരു ശുഭസൂചനയുടെ വർത്തമാനമാണ് ഇത് അള്ളാഹു ഇവിടെ പറഞ്ഞു. ഇനി വേറെ സംഗതി, ഈ കിതാബ് എന്ന് പറഞ്ഞതിന്റെ മറ്റൊരു ഉദ്ദേശം, അള്ളാഹു ഒരു ഗ്രന്ഥമാണ് അവതരിപ്പിച്ചത്, ചില ആയത്തുകളല്ല. നമ്മൾ പലപ്പോഴും പ്രത്യേകിച്ച് ഖുർആനെ വിമർശിക്കുന്ന ആളുകൾ ഒരു ആയത്തിന്റെ കഷ്ണമൊക്കെ എടുത്തിട്ട് ഇതാണോ ദൈവിക വചനം, ഇതാണോ പടച്ചോൻ പറയണത്, ഒരു പടച്ചോന് പറയാൻ പറ്റിയ വാചകമാണോ ഇത് എന്നൊക്കെ ചോദിക്കുന്ന കേട്ടല്ലേ? പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ നവനാസ്തികരൊക്കെ ഉന്നയിക്കുന്ന ഒരു എക്സ് മുസ്ലിംസ് ഒക്കെ ഉപയോഗിക്കുന്നത്, ദൈവത്തിനെ പോലെ ഒരാൾ ഇങ്ങനെയൊക്കെ പറയുമോ? അത് ഈ കിതാബ് എന്നുള്ള വാചകത്തിൽ അള്ളാഹു അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ വചനങ്ങളെ പൂർണ്ണമായിട്ടുള്ള ഒരു പൂർണ്ണ സാകല്യത്തിൽ വേണം അള്ളാഹുവിന്റെ വചനങ്ങളെ മനസ്സിലാക്കാൻ. അല്ലെ ഏതെങ്കിലും ഒരു കഷ്ണം എടുത്തിട്ട് വായിച്ചാല്, ഇപ്പോ ഉദാഹരണത്തിന് കട്ട ആണ്, കട്ട പെണ്ണ്, മോഷ്ടാവായിട്ടുള്ള ആണ്, മോഷ്ടാവായിട്ടുള്ള പെണ്ണ്, അവരുടെ കൈ മുറിച്ചേക്കണം. ഓ
എന്തൊരു കാടൻ, എന്തൊരു അപരിഷ്കൃത നിയമമാണ് ഇസ്ലാമില്. കട്ടവന്റെ കൈ മുറിക്കാനല്ലേ പറയണ. ഒരാൾ ആ വാചകം എടുത്തിട്ട് ഇതാണ് നിങ്ങളുടെ കാരുണ്യവാനായിട്ടുള്ള ദൈവം പറയണ വാക്ക് എന്ന് ചോദിച്ചാല് നമ്മളും ചിലപ്പോൾ വിചാരിച്ചു പടച്ചോനെ ഇതിപ്പോ ശരിയാണല്ലോ, എങ്ങനെ ഇയാള് പറയണത് ശരിയാണല്ലോ എന്ന് വിചാരിച്ചു പോകാറില്ലേ ചിലപ്പോഴൊക്കെ? ഉണ്ടോ? അങ്ങനെ വിചാരിച്ചു പോകരുത്, അങ്ങനെ വിചാരിച്ചു പോകരുത്. കാരണം ഒരാള് കക്കാൻ മോഷ്ടിക്കാതിരിക്കാനുള്ള എന്തൊക്കെ വഴികളുണ്ടോ അതെല്ലാം ഖുർആൻ പറയുന്നുണ്ട്. ഒരാൾ മോഷ്ടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവരുത്. അയാളുടെ ദാരിദ്ര്യം മാറ്റാനുള്ള എല്ലാ വഴികളും ഖുർആൻ പറയുന്നുണ്ട്. വ്യഭിചാരിയെ 100 അടി അടിക്കണം എന്ന് പറയുമ്പോ വ്യഭിചരിക്കാതിരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി. വിവാഹത്തെക്കുറിച്ച്, ആ ബന്ധങ്ങളെക്കുറിച്ച് ഒക്കെ കൃത്യമായി പറഞ്ഞിട്ടാണ് അല്ലാഹ് പറയണത്. പിന്നെ വ്യഭിചരിക്കണമെങ്കിൽ എങ്ങനെ വ്യഭിചരിക്കണമെങ്കിൽ 4 സാക്ഷികൾ ഉണ്ടാകുന്ന രൂപത്തിൽ പരസ്യമായിട്ട് വ്യഭിചരിക്കുന്നവരെ അടിക്കണമെന്നാ പറഞ്ഞ. അല്ലാതെ അത് മാത്രം കൊണ്ട് എടുത്തിട്ട് എത്ര അപരിഷ്കൃതമാണ് നിങ്ങളുടെ നിയമം എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുക, കിതാബ് എന്ന് ഖുർആനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഒരു സാകല്യത്തിൽ മനസ്സിലാക്കും. അതൊരു കംപ്ലീറ്റ് ബുക്കാണ്. ഏതെങ്കിലും ഒരു കോണ്ടെക്സ്റ്റില് ഏതെങ്കിലും ഒരു ആയത്തിന്റെ കഷ്ണം എടുത്തിട്ട് നമുക്ക് ഖുർആനെ മനസ്സിലാക്കാനേ പറ്റില്ല. എനിക്ക് ഒരു വാചകത്തില് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് എന്റെ പ്രശ്നമാണ്, ഖുർആന്റെ പ്രശ്നമല്ല. എനിക്ക് മനസ്സിലാകാത്ത പ്രശ്നമാണ്. അങ്ങനെ നിങ്ങൾ ഖുർആൻ അപ്രോച്ച് ചെയ്ത് നോക്കിയേ. എനിക്ക് മനസ്സിലാകാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ അത് എന്റെ പ്രശ്നമാണ്, അള്ളാന്റെ വേർഡിന്റെ പ്രശ്നമല്ല അത്. മനസ്സിലാവുണ്ടോ? അതാണ് കിതാബ് എന്ന് അള്ളാഹു പറയുമ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അപ്പൊ ഖുർആനിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട ഒരു രീതി കൂടി കിതാബ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഉപയോഗിച്ചു. ഇനി കിതാബിന്റെ മറ്റു ചില അർത്ഥങ്ങൾ നോക്കാം. കിതാബിന് വേറെ ചില അർത്ഥമുണ്ട്. ഫർള്, ഹുക്കുമ്, ഖദർ എന്നൊക്കെ അർത്ഥമുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയെന്ന് ഉപയോഗിച്ച പദം ഏതാ? നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. കുത്തിബ അലൈക്കുമു സിയാം അല്ലെ? അപ്പോ ഫർളാക്കിയിരിക്കുന്നു എന്നതിന്. കുത്തിബ അലൈക്കുമുൽ ഖിസാസ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. അതും ഇതേ പദമാണ്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നമസ്കാരം സത്യവിശ്വാസികളുടെ മേൽ സമയബന്ധിതമായി നിർബന്ധമാക്കപ്പെട്ട സംഗതിയാണ്. അപ്പൊ ഫർളാക്കുന്നതിന് ഹുക്കുമിനെ കുറിച്ച് പറയാനായിട്ട് കിതാബ് ഉപയോഗിച്ചു. ഇനി കിതാബ് ഒരു ഐഡിയ ആയിട്ട് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പം അതായത് ഒരു മസ്ദർ, കിതാബ് എന്നുള്ളത് ഒരു മസ്ദറായിട്ട്. മസ്ദർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വേർഡിന്റെ റൂട്ട് അല്ലെ, ഇൻഫിനിറ്റീവ് ഫോം. പക്ഷെ അങ്ങനെ പറയുമ്പോ തന്നെ അതിനൊരു മഫ്ഊലിന്റെ അർത്ഥം കിട്ടും. ഉദാഹരണത്തിന് ലിബാസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലിബാസ് വസ്ത്രം. ശരിക്കും ലിബാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് മൽബൂസ് എന്നാണ് അല്ലെ, ധരിക്കപ്പെടുന്നത്. അപ്പൊ ലിബാസ് എന്ന മസ്തർ അതിന്റെ അർത്ഥം വാസ്തവത്തിൽ എന്താ? മൽബൂസ്, മഫ്ഊൽ വസ്ന്. അതുപോലെ കിതാബ് എന്ന് പറയുന്നത്, കിതാബിന് ശരിക്കും എഴുതുക എന്ന റൈറ്റിംഗ് എന്ന മസ്തർ ഉപയോഗിച്ചിട്ട് അള്ളാഹു പറയുന്നത് അത് മക്തൂബാണ്, എഴുതപ്പെട്ട ഒരു സംഗതിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഒരു പദത്തിന്റെ മസ്ദർ ഉപയോഗിക്കുകയും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതിന്റെ മഫ്ഊലാവുകയും ചെയ്യുക. ഏതുപോലെ ലിബാസ് എന്നുള്ളത് മൽബൂസ് എന്ന് ഉദ്ധരിക്കപ്പെടുന്നത് പോലെ. ഇനി കിതാബ് എന്നുള്ളത് തന്നെ അള്ളാഹു ഇവിടെ ഉദ്ദേശിക്കുന്നത് റൈറ്റിംഗ് എന്നുള്ള പദം, ഒരു പൊതുവായിട്ടുള്ള ഒരു പദം ഉപയോഗിച്ചിട്ട് ഖുർആനെ കുറിച്ച് പറയുന്നു. അത് ഏതുപോലെ എന്ന് വെച്ചാല്, നിങ്ങൾ എഴുതപ്പെട്ട എന്തെങ്കിലും ഒരു സംഗതി കാണണമെന്നുണ്ടെങ്കിൽ അത് ഖുർആനിലേക്ക് നോക്കിയാൽ മതി എന്നുള്ളത്. അതായത് ഖുർആൻ ഇസ് ദ റൈറ്റിംഗ്. കിതാബ് അതായത് ഇപ്പൊ ഒരാളെ കുറിച്ച്, ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോൾ ഏതെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞു, ഒരു സ്റ്റാറിന്റെ ഏതെങ്കിലും ഒരു സ്റ്റാർ, ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ട് പിന്നെ അയാളല്ലാത്ത ആരാധകർ എന്നെ കല്ലെറിയണ്ട,
ഏതോ ഒരു സ്റ്റാറിനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞു അയാൾ തന്നെയാണ് ഫുട്ബോള് എന്ന് പറയപ്പെടുന്ന ഒരാളെ കുറിച്ച് ആലോചിച്ചു. അയാള് ഒരു ഫുട്ബോൾ കളിക്കാരനല്ല, മറിച്ച് അയാൾ ആണ് ഫുട്ബോൾ. മനസ്സിലായ? അയാളാണ് കവിത എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ. അതുപോലെ കിതാബ് എന്നുള്ളത് ഖുർആനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എഴുതപ്പെട്ട എന്തെങ്കിലും കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഖുർആനാണ്. ഖുർആൻ ഇസ് ദ റൈറ്റിംഗ്, അല്ലെങ്കിൽ റൈറ്റിംഗ് ഇസ് ദ ഖുർആൻ എന്ന അർത്ഥത്തിൽ കേട്ടോ. അപ്പോ എഴുത്തും വായനയും അറിയാത്ത ഒരാൾക്ക് എഴുത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഒരു രൂപം, അതിന്റെ മകുടോദാഹരണമായിട്ടുള്ള ഒരു സംഗതി അദ്ദേഹത്തിന് അവതരിപ്പിച്ചു കൊടുത്തിട്ട് അള്ളാഹു പറയാണ് ഇത് അള്ളാഹുവിന്റെ റൈറ്റിംഗ് ആണ്, അള്ളാഹുവിന്റെ എഴുത്താണ് ഇത് വ്യാഖ്യാനിക്കാനും ഇത് പ്രചരിപ്പിക്കാനും ഇത് ലോകത്തിന് പഠിപ്പിക്കാനും യോഗ്യനായിട്ടുള്ള ഒരു പ്രവാചകനെയാണ് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. ഓക്കെ, ഇനി ഒന്ന് രണ്ട് സംഗതികൾ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇവിടെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ശരിക്കും ഈ വാചകത്തിന്റെ ഘടനയിൽ ഒരു പ്രശ്നമുണ്ട്, അല്ലെ? ഉണ്ട്. ഈ വാചകത്തിന്റെ ഘടനയിൽ ഒരു പ്രശ്നമുണ്ട്. ആർക്കെങ്കിലും പറയാമോ എന്താ പ്രശ്നമെന്ന്? നിങ്ങളുടെ ബുദ്ധി എത്രത്തോളം ഉണ്ടെന്ന് നോക്കട്ടെ, ഒന്ന് പരീക്ഷിച്ചോട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. അവിടം വരെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അവിടെയാണ് പ്രശ്നം. ശരിക്കും ഇത് പറയേണ്ടിയിരുന്നത് എങ്ങനെയാ? എന്ന് പറഞ്ഞാൽ തിരുത്തി പറ. ഫെയില് ഫായിലെന്നൊന്നും പറയാതെ ഒന്ന് തിരുത്തിയ ഖുർആനൊന്ന് തിരുത്തി നോക്കിയ നിങ്ങള്. തിരുത്താനല്ല, അങ്ങനെ തിരുത്താനല്ല. അതിന്റെ ഉദ്ദേശം മനസ്സിലാവണമെങ്കിൽ അത് അങ്ങനെ പറയണം. അതുകൊണ്ടാണ് ഞാൻ അത് പറയണത്. അതായത് ഇത് പറയേണ്ടിയിരുന്നത് അൽഹംദുലില്ലാഹില്ലദീ അൻസലൽ കിതാബ അലാ അബ്ദിഹി എന്ന് പറയുമ്പോഴാണ് ഒരു ഭാഷാപരമായിട്ട് ഒരു വാചകം നന്നായിട്ട് നമുക്ക് തോന്നുക, അല്ലെങ്കിൽ അതിന്റെ ഒരു ശരിയായ ഘടന അങ്ങനെയാണെന്നാണ് നമുക്ക് തോന്നുക. കാരണം അൻസല അവതരിപ്പിച്ചിരിക്കുന്നു, അൽ കിതാബ് വേദഗ്രന്ഥം, അലാ അബ്ദിഹി തന്റെ ദാസന്. പക്ഷെ അത് പറയാതെ അള്ളാഹു ആ സീക്വൻസ് ഒന്ന് മാറ്റി, ആ ക്രമം ഒന്ന് മാറ്റി. അതിൽ വലിയ ഒരു പാഠമുണ്ട്. അത് പറയാനാണ് ഞാൻ അത് പറഞ്ഞത് കേട്ടാ. അല്ലാതെ ഖുർആന്റെ വചനത്തെ തിരുത്താൻ നമ്മളാര് ആ അർത്ഥത്തിലല്ല. ഓക്കെ, എനിവേ, അപ്പോ എന്തിനായിരിക്കും അൽ കിതാബ് എന്നത് രണ്ടാമത് പറയുകയും അലാ അബ്ദിഹി എന്നത് അള്ളാഹു അത് നേരത്തെ കൊണ്ടുവരികയും ചെയ്തത്? ഇതിനെക്കുറിച്ച് രണ്ട് പ്രധാനപ്പെട്ട മുഫസ്സിറുകളുടെ അഭിപ്രായം കൂടെ പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. അതിന്റെ കാരണം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇമാം അലൂസി അതിനെ കുറിച്ച് പറഞ്ഞത്, അദ്ദേഹം ദ ബുക്ക് അൽ കിതാബിനെ ഫോക്കസ് ചെയ്തിട്ട് പറയണത്, അതായത് ഇതിന് ശേഷം വരുന്ന ഒരു വാചകമുണ്ട് അല്ലെ, വലം യജ്അൽ ലഹു ഇവജ, ഈ ഗ്രന്ഥത്തിൽ യാതൊരു വക്രതയും അള്ളാഹു ആക്കിയിട്ടില്ല എന്ന് പറയുന്നതുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു എന്ത് ചെയ്തത്, അൻസല അല അബ്ദിഹി എന്നുള്ളത് ആദ്യം പറഞ്ഞിട്ട് കിതാബ് പിന്നീട് പറഞ്ഞത്. കാരണം പിന്നെ പറയുന്ന വാചകം എന്താ, വലം യജ്അൽ ലഹു ഇവജ എന്നാണല്ലോ. ആ വേദഗ്രന്ഥത്തിന് യാതൊരു തരത്തിലുള്ള വക്രതയും ഒരു കെട്ടിക്കൊടുക്കും ഒന്നും അള്ളാഹു വച്ചിട്ടില്ല. അത് പറയാൻ വേണ്ടിയിട്ട് ആ കിതാബ് അവിടെ ചേർത്ത് വെച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു വാചകം, ഒരു ന്യായം. രണ്ടാമത്തത്, ഈ ബുക്കും അതായത് കിതാബും ലം യജ്അൽ ലഹു ഇവജ എന്നുള്ളതും നമ്മൾ അങ്ങനെ ചേർത്ത് വെക്കുന്നത്, അത് രണ്ടും ഒരേ ആശയമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ വേദഗ്രന്ഥവും അതിലൊരു വക്രത ഇല്ല എന്നുള്ളത് ഒരേ ആശയമായതുകൊണ്ട് അത് അടുത്തിരിക്കുക എന്നുള്ളതാണ് ഭംഗി എന്നാണ് അദ്ദേഹത്തിന്റെ വാക്ക്. എന്ന് മാത്രമല്ല മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാല് ബുക്കിനെ കുറിച്ച് കിതാബിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ കിതാബിൽ ഒരു വക്രതയും ഇല്ല എന്ന് നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ചിന്തിക്കണം. അത് പറയാൻ വേണ്ടിയിട്ടാണ്
അത് രണ്ടും ചേർത്ത് വെച്ചതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഓക്കെ, ഇതാണ് ഇമാം അലൂസി പറയുന്നത്. ഇനി ഇമാം ഇബ്നു ചുരുക്കി പറഞ്ഞാൽ ഇത്ര മനസ്സിലാക്കണ്ടുള്ളൂ. എന്തുകൊണ്ട് കിതാബ് പിന്തിച്ചു എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ ഉത്തരം ആ തുടർന്നു വരുന്ന വാചകം വലം യജഅല്ലഹു ഇവജ എന്നുള്ള വാചകത്തിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് കിതാബ് ആയതുകൊണ്ടാണ് അവിടേക്ക് ചേർത്ത് വെച്ചത് എന്നതാണ് ഇമാം അലൂസിയുടെ പറയുന്നത്. ഇമാം ഇബ്നു ആഷൂർ പറയണ്, അദ്ദേഹം നേരെ ഇപ്പുറത്തെ അബ്ദിനാണ് ഫോക്കസ് ചെയ്യുന്നത്. അൻസല അല അബ്ദിഹി എന്ന് പറയുന്നത്, ആ അല അബ്ദിഹി എന്നുള്ളത് എന്തുകൊണ്ട് മുന്തിച്ചു, എന്തുകൊണ്ട് തഖ്ദീം ചെയ്തു എന്നതിന് അദ്ദേഹം പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹുവുമായിട്ടുള്ള സാമീപ്യത്തെ, ക്ലോസ്നെസ് ടു അള്ളാഹ്, അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല അബ്ദിഹി എന്നുള്ളത് ആദ്യം പറഞ്ഞത്. അതായത് ഈ വേദഗ്രന്ഥത്തെക്കാളും ഇതാർക്ക് കൊടുത്തു എന്നതാണ് പ്രാധാന്യം. കാരണം അത് എന്റെ ദാസൻ, അള്ളാഹു അവന്റെ ദാസൻ എന്ന് വിളിച്ചിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യം പറയുന്നതിന്റെ ഉദ്ദേശം പ്രവാചകനോടുള്ള, അല്ലെങ്കിൽ പ്രവാചകനും അള്ളാഹുവും തമ്മിലുള്ള സാമീപ്യത്തെ കുറിക്കാനാണ് അത് ആദ്യം പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അൻസല എന്നുള്ളത് അവിടെ ഒരു ഇസ്മുണ്ട്, അല്ല ഒരു ഫായിലുണ്ട്. അതാരാ? അൻസല. അൻസലക്ക് ഒരു ഫായിലില്ലേ? അള്ളാഹു. അള്ളാഹു പറഞ്ഞ, അള്ളാഹു എന്ന വാക്ക് പറഞ്ഞ ഉടനെ അബ്ദിനെ കുറിച്ച് പറയുമ്പോൾ ആ ക്ലോസ്നെസ് നമുക്ക് മനസ്സിലാകും. അതാണ് എൻ്റെ അദ്ദേഹത്തിന്റെ ഉത്തരം. അപ്പൊ അള്ളാഹുവിൻ എത്രത്തോളം റസൂലുമായിട്ട് ക്ലോസ് ആണ്, സമീപസ്ഥനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ അബ്ദിഹി എന്നുള്ളത് മുന്തിച്ച് പറഞ്ഞത് എന്നതാണ് ഇബ്നു ആഷൂറിന്റെ വാദം. ഇനി ഒരു കാര്യം, അറബി ഭാഷയില് ഇപ്പൊ നമ്മൾ എല്ലാ മലയാള ഭാഷയിലും ഒക്കെ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു യാത്ര പോയിട്ട് വീട്ടിലേക്ക് വരുമ്പോ മക്കൾക്ക് മിഠായി ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ നിങ്ങൾക്ക് മിഠായി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുന്നതിന് പകരം ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് പറഞ്ഞ നമ്മളൊരു സസ്പെൻസിൽ നിർത്തുമല്ലോ. അപ്പൊ മിഠായി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുന്നതിന് പകരം ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് സസ്പെൻസിൽ ഒന്നുമില്ല എന്ന് പറയുന്ന ആ ഒരു രീതി, അല്ലെങ്കിൽ ഇന്നത് കൊണ്ടുവന്നിരിക്കുന്നു, അത് മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു കാര്യത്തെ വാചകത്തിൽ നമ്മൾ സാധാരണഗതിയിലുള്ള അതിന്റെ സ്ട്രക്ചറിനെ, ഘടനയെ ഇതുപോലെ മുന്തിച്ചും പിന്തിച്ചും പറയുന്നത് കൊണ്ട് 4 കാര്യങ്ങൾ, 4 ഉദ്ദേശങ്ങളുള്ളത് എന്നതാണ്. ആ 4 കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, ഇഖ്തിസാസ് എന്നാ പറയാം. ഇഖ്തിസാസ്, ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു നോട്ട്സ് ആയിട്ട് ഗ്രൂപ്പിൽ വേണമെങ്കിൽ ഇടാം കേട്ടോ. അതായത് ഒരു എക്സ്ക്ലൂസിവിറ്റി. അപ്പോ ഇവിടെ അബ്ദ് എന്നുള്ള ആ പദത്തെ അള്ളാഹു മുന്തിക്കാൻ കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമേ ഈ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ സ്വീകരിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ആ ഒരു പ്രവാചകന്റെ എക്സ്ക്ലൂസിവിറ്റി പറയാൻ വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തിന്റെ ആ ഒരു സുപ്രധാനമായിട്ടുള്ള ആ ഒരു പൊസിഷൻ പറയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അതിനെ മുന്തിച്ചത്. അതാണ് ഇഖ്തിസാസ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ തശ്വീഖ്. തശ്വീഖ് എന്ന് പറഞ്ഞാല് ടു ക്രിയേറ്റ് ക്യൂരിയോസിറ്റി, ഒരു ആകാംക്ഷ ഉണ്ടാക്കുക. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, മോനെ ഞാൻ നിനക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്ന സാധനത്തെ പിന്നീട് പറയുമ്പോൾ അതിനകത്ത് എന്തുണ്ട്? ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ഒരു ആകാംക്ഷ ഉണ്ട്. അപ്പൊ ഇവിടെ അൻസല അല അബ്ദിഹി, തന്റെ ദാസന് അവതരിപ്പിച്ചിരിക്കുന്നു. എന്താണ് അവതരിപ്പിച്ചതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അബ്ദിഹി എന്നുള്ളത് മുന്തിപ്പിച്ചത് എന്നതാണ് രണ്ടാമത്തെ ഒരു ഉദ്ദേശം. മൂന്നാമത്തെ സംഗതി തഅജീൽ എന്ന് പറയും. തഅജീൽ എന്ന് പറഞ്ഞാൽ ഒരു എന്തൂസിയാസം, ഒരു ആവേശം. അപ്പൊ അള്ളാഹു തന്നെ എന്താണ് കൊണ്ടുവന്നത് എന്ന് പറയുന്നതിന് മുമ്പ് തന്റെ ദാസന് ഇങ്ങനെ ഒരു സംഗതി കൊടുക്കുക എന്നത് അള്ളാഹു തന്നെ ആവേശപൂർവ്വം പരാമർശിക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് ആ ഒരു എക്സൈറ്റ്മെന്റ് സൃഷ്ടിക്കുക എന്നത് അതിന്റെ ഉദ്ദേശമാണ്. നാലാമത്തെ തൗക്കീദ്. തൗക്കീദ് എന്ന് പറഞ്ഞാല് ഒരു സംഗതി എംഫസൈസ് ചെയ്യുക, ഊന്നി പറയുക. നമ്മൾ തന്നെ ചില സംഗതികൾ ഇത്തിരി ഒച്ചയിൽ പറയുമല്ലോ, ചിലത് സംസാരിക്കുമ്പോൾ അതായത് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ആ കൊണ്ടുവന്നിട്ടുള്ളതിന്റെ
പ്രാധാന്യത്തെ ഊന്നി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ചില വാചക ഘടനയിൽ മാറ്റം വരുത്തും. അപ്പൊ ഇവിടെ ഈ നാല് കാര്യങ്ങളും, ഈ 4 കാരണങ്ങളും ഈ അലാ അബ്ദിഹി എന്നതിനെ മുന്തിച്ച് പറഞ്ഞതിൽ ഉണ്ട്, അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോ ഇന്ന് അത്രയും മതി. നമ്മൾ പഠിച്ചത് ഇത്രയാണ്. അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ്. അബ്ദിനെ കുറിച്ചാണ് പറഞ്ഞത്, കിതാബിനെ കുറിച്ചാണ് പറഞ്ഞത്. വലം യജഅൽ ലഹു ഇവജ എന്നുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്. അപ്പൊ അതോടുകൂടി 1-ാമത്തെ ആയത്ത് തീരും. എത്ര ആയത്തുണ്ട് സൂറത്തുൽ കഹ്ഫിൽ? സൂറത്തുൽ കഹ്ഫിൽ എത്ര ആയത്തുണ്ട്? 110 ആയത്തുണ്ട്. അപ്പൊ ഈ സൂറത്തുൽ കഹ്ഫ് തീരാൻ എത്ര കൊല്ലം വേണ്ടി വരും? പക്ഷെ പേടിക്കണ്ട, ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ തുടക്കത്തിലെ ആയത്തുകൾ മാത്രം ഇത്ര പതുക്കെ പറയുള്ളൂ. പിന്നെ കുറച്ച് കഥകളിലേക്കൊക്കെ വരും കുറച്ചുകൂടി സ്പീഡിൽ പോവാം ഇൻഷാ അല്ലാഹ്. സ്പീഡല്ല പ്രധാനം, ആയത്തുകൾ പെട്ടെന്ന് തീർക്കുക എന്നുള്ളതല്ല പ്രധാനം, മറിച്ച് ഇപ്പൊ നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ അബ്ദ് എന്നുള്ളത് കൃത്യമായിട്ട് തിരിഞ്ഞല്ലോ നമുക്ക്, അല്ലെ? ഏറെക്കുറെ, പൂർണ്ണമായിട്ടും ഒരിക്കലും നമുക്ക് ഖുർആൻ അങ്ങനെ നമുക്ക് സമ്പൂർണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നൊരു വാദം ആരും ഉന്നയിക്കേണ്ട, ആർക്കും പറ്റില്ല. പക്ഷെ ഖുർആന്റെ കോണ്ടെക്സ്റ്റിൽ എന്താണ് കിതാബ്, ഇതൊക്കെ നമുക്ക് ചെറുതായിട്ടെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് കൂടുതൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, കാര്യമായ വല്ല സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 5 മിനിറ്റ് എടുത്ത് അത് ചോദിക്കാം, അല്ലെങ്കിൽ അവസാനിപ്പിക്കാം. ഒരിക്കൽ കൂടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇന്ന് ക്ലാസ് എന്റെ ചുമയിൽ മുങ്ങിപ്പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. പറ്റുമെങ്കിൽ വീഡിയോയിൽ നമുക്ക് ചുമയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കാം, റജീഷ സപ്പോർട്ട് ചെയ്താൽ ഇൻഷാ അല്ലാഹ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ചെലവഴിച്ച സമയം അവന്റെ മാർഗത്തിലെ ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്താകട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء همنا وذهاب أحزاننا وهمومنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.